ഗരുഡമൂർത്തി, ഹനുമാൻ ദേവ, ജഗദീശ്വരൻ, മങ്കുവമ്മൂമ്മേ, കാരണവന്മാരെ, കുടുംബേക്ഷി, ഇവനെ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടാതെ കുമാര. ഉടവാൾ കയ്യിലെടുത്ത് ധ്യാനിക്കൂ. ഉടവാൾ പീഠത്തിൽ വെച്ചിട്ട് ഗ്രന്ഥക്കെട്ടെടുത്തോളൂ. ഒന്നാം ഗ്രന്ഥം, ഗരുഡ സേവയും മന്ത്രപ്രയോഗങ്ങളും. രണ്ടാം ഗ്രന്ഥം, ഹനുമാൻ മന്ത്രങ്ങളും പ്രയോഗങ്ങളും. ദുർമന്ത്രവാദ പഠനം പഠിക്കല്ലാതെ പ്രയോഗിച്ചു. ഇത് കുമാരേട്ടന്റെ ലക്ഷ്മിക്കുട്ടിയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്റെ പിന്നാലെ വരരുത്. ഓഹോ, എന്നെ ഭയപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോവും. ഇങ്ങോട്ട്. അതാ ആ പാലമരത്തിന്റെ മുകളിലാണ് എന്റെ വാസം. കുമാരേട്ടൻ വരൂ, നമുക്കൊന്നിച്ചവിടെ കഴിയാം. നീ ഇനി എന്നെ ശല്യം ചെയ്യുമോ? ഇല്ല കുമാരേട്ട. ശരി, സത്യം ചെയ്യേ. കുമാരേട്ടൻ ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്തോളം ഞാൻ ശല്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. എന്താ കിടക്കാഞ്ഞത്? നീ വരാതെ ഞാൻ എങ്ങനെ സമാധാനമായി ഉറങ്ങും മോനെ? ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലമ്മേ. ആവൂ, ഞാൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഗ്രന്ഥങ്ങൾ എടുക്കാനായി പപ്പു പോകുമ്പോ എങ്ങു നിന്നോ വന്നൊരു പോത്ത് അവന്റെ നേരെ ചാടി വീണു. കൃഷ്ണപ്പരുന്ത് വന്ന് പോത്തിനെ തുരത്തി. അമ്മേ. എന്താ മോനെ? ഒരു പാവം പെണ്ണിനെ വിഷം തീണ്ടിയിരിക്കുന്നു. മന്ത്രപഠന സമയത്ത് തന്നെ നിനക്ക് ജ്ഞാനദൃഷ്ടി ലഭിച്ചുവോ? എല്ലാം തറവാടിന്റെ സുഹൃത്ത ഫലം. സമയമൊന്നുമില്ലേ?
എഴുന്നേൽക്കൂ. പതുക്കെ മോളെ. ഗരുഡ ഭഗവാനെ, ഭക്ത ഹനുമാനെ പ്രസാദിപ്പിച്ച് സിദ്ധി നേടാൻ അനുവദിച്ചാലും ബാലാർക്കായിക തേജസാം ത്രിഭുവന പ്രക്ഷോഭകം സുഗ്രീവാദിവാനരജ്ഞനെ സംസേവ്യ പാദാന്തരം പുഷ്പം സ്ഫും അസ്ഫും സ്ഫും അനുമതി. നീ ഭാഗ്യവാനാണ്. എത്ര വേഗമാണ് നിനക്ക് മന്ത്രസിദ്ധി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദേവി മന്ത്രജപം ഉടനെ ആരംഭിച്ചു. എല്ലാ സിദ്ധികളും പെട്ടെന്ന് അങ്ങോട്ട് നേടാനാണോ കുമാരന്റെ ശ്രമം? കൊച്ചുതമ്പി അങ്ങുന്നിന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചതാണോ? പഴയ കഥയെല്ലാം നിനക്കറിയില്ല. ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. 2 മക്കളെ തന്നിട്ട് മംഗലാപുരത്തേക്ക് പോയ നാഗരാജൻ പോറ്റിയെ പിന്നീട് കണ്ടിട്ടില്ല. കുമാരനെ സരസ്വതിയും വളർത്തിയത് മഹേശ്വരിയും ഞാനും കൂടാ. 2 പൊടിക്കുഞ്ഞുങ്ങളെ പെറ്റിട്ട് സരസ്വതിയും പോയി. അന്നു മുതൽ ആ കുട്ടികളെ വളർത്തുന്നത് മഹേശ്വരിയാണ്. നാമം ചൊല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാ കുട്ടികളെ? രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹി മാം രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം രാമകൃഷ്ണ വാസുദേവ രാം. ശിവ ഓം സ്വാഹ 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 ശിവ ഓം. എന്റെ പൊന്നുമോനെ, കുരുന്ന പ്രായത്തിൽ തന്നെ മാന്ത്രികനാകണമെന്ന് മോഹമോ? എന്റെ മോനെ, ആരാത്? എന്താ കുമാര? കൊച്ചമ്മയും കുട്ടികളും കൂടി ഇപ്പൊ തന്നെ തറവാട്ടിലേക്ക് വരണം. ചേച്ചിക്ക് എന്തെങ്കിലും കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ഉടനെ പുറപ്പെടും. വരൂ കുഞ്ഞുങ്ങളെ. ചേച്ചി, ചേച്ചി, അയ്യോ ചേച്ചി, ചേച്ചിക്ക് എന്തോ അസുഖമാണെന്ന് കുമാരൻ വന്ന് വിളിച്ചപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ ചേച്ചി കാര്യം? എനിക്കൊന്നും അറിഞ്ഞുകൂടെ എന്റെ മകൻ. ഞാൻ നിലവറയിലേക്ക് പോവുകയാണ്. എല്ലാരും കുമാര, കാര്യം എന്താ? ഒരു കാര്യമില്ലാണ്ട് വെള്ളിയാഴ്ചയായിട്ട് കുമാരൻ ഒന്നും വിളിക്കില്ല. കാര്യം എന്താന്ന് കുമാരൻ പറയാത്തെന്താ? എന്താ കുമാര, നിനക്കെന്താ പറയാൻ ഇത്ര മടി? ഒരു രക്ഷസ് അല്പനേരം കഴിയുമ്പോൾ കൊച്ചുപുത്തൂർ വിട്ട് കൊച്ചമ്മയെ കുട്ടികളെ കൊല്ലാനുള്ള പുറപ്പാടാണ്. ദേവി മഹാമായി, രക്ഷസിന്റെ നീക്കങ്ങൾ കൂടി എനിക്ക് കാട്ടിത്തരണമേ. കുമാരശാലോ, ശരീരശേഷി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞല്ലേ താൻ ഇവിടുത്തെ കാര്യസ്ഥ പണിന്ന് മാറിയത്? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? മുറ്റത്ത് ഒളിച്ചെന്ന് എന്തിനായിരുന്നു? ആരുടെ ചാരനായിട്ട് എവിടെ വന്നത്? ചോരക്കാട്ടിലത്തെ തിരുമേനിയുടെ ക്ഷുദ്രപ്രയോഗക്കാരൻ
രാമൻ പട്ടേരിയോ? എന്നു മുതലാ താൻ പട്ടേരിക്ക് ചാരപ്പണി നടത്താൻ തുടങ്ങിയത്? എന്റെ ഇളയ മകൾ ലക്ഷ്മിക്കുട്ടി ചത്തത് മുതല മോള് ചത്തപ്പോ പട്ടേരി തിരുമേനിയെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു. കൊച്ചു തമ്പി അങ്ങന്ന് കാരണമാ എന്റെ മോളെ ഈ നിലവറയില് 5 തല നാഗം കടിച്ചതെന്ന് തിരുമേനി പറഞ്ഞു. ഇവിടുത്തെ മാന്ത്രികനെ നശിപ്പിക്കാൻ കാത്തിരിക്കുകയായിരുന്നു തിരുമേനി. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ചേർന്നു. കൊച്ചുപുത്തൂരോട്ട് രക്ഷസിനെ വിട്ടിരിക്കുന്ന പട്ടേരിയാണോ? സത്യം പറ. അതെ, ഈയിടെ ഒരു ഗന്ധർവനെ ഇങ്ങോട്ട് വിട്ടതും തിരുമേനിയ. തന്റെ മൂത്ത മകൾ നാണിക്കുട്ടിയുടെ ശരീരത്തിലാ ഗന്ധർവൻ കയറിയത്. തൽക്കാലം ഇവിടെ കിടക്ക്. കൂട്ടായി 5 തല നാഗവും. കുമാരശ്ശേരി ശിക്ഷിച്ചത് പോരെ? നാണിക്കുട്ടിയെ വിചാരിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. ഉപ്പ് തിന്നവും വെള്ളം കുടിക്കട്ടെ അമ്മച്ചി. നന്ദി കെട്ട കിളവൻ എന്റെ അച്ഛനാണെന്ന് ഓർക്കുമ്പോ മാനക്കേട് തോന്നുന്നു. കൊച്ചമ്മയുടെ വീടെല്ലാം മലങ്കോലമാക്കിയിട്ട് എരുതിലേ കയറി. അയ്യോ കുമാര, നിറജനയോട് നിൽക്കുന്ന എന്റെ പശു. ഓഹോ, നീ മായയായി മറഞ്ഞോ അതോ ഒടുങ്ങിയോ? കുമാര, ഇനിയെങ്കിലും നീ ചെന്ന് കുമാരശ്ശേരിയെ തുറന്നുവിട്. അല്ലെങ്കിൽ അവിടെയും ഒരു ശവം കാണും. വന്ന വഴിയെ തിരിച്ചു വയ്ക്കോ. കുമാര, കരിമ്പൂച്ചയെ കാണാനില്ല. എടാ ചൂരക്കാട്ട് പട്ടേരി, നിനക്കറിയാവുന്നതിനേക്കാളും കടുത്ത പ്രയോഗങ്ങൾക്കുള്ള അത്ഭുത മന്ത്രങ്ങൾ പുത്തൂരെ ഗ്രന്ഥത്തിലുണ്ട്. വാശിയെടുത്ത് ദുഷ്കർമ്മങ്ങൾ ഒന്നും ചെയ്യരുതേ.